രചന നസീഹ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ആരുണ്ട് അവിടെ? ആര്? ദേലി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിന്റെ ആ പ്രേതക്കണ ഇച്ചാനുണ്ടാന്ന് ചോദിച്ച് ഫോണിൽ പിടിമുറുക്കിക്കൊണ്ട് മറുവശമുള്ളവരുടെ സംസാരം കേൾക്കെ ആ ചുവന്ന മുഖം മനസ്സിൽ കണ്ട പോലെ എൽസി ഒന്ന് കുലുങ്ങി ചിരിച്ചു. എലി! പല്ല് കടിച്ച് പൊട്ടിക്കും വിധമുള്ള ഇവയുടെ സ്വരം. എന്താടി പട്ടി കിടന്ന് കാർന്ന്? വക്കീലിപ്പോ ഇവിടെ ഇല്ല, നീ കണ്ണുപൂട്ടിക്കും പോര്. ജനലിലൂടെ ഫെലിക്സിന്റെ താറ് പോർച്ചിലിൽ നിന്ന് ഒരിക്കൽ കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് എൽസ പറഞ്ഞു. അത് കേൾക്കെ ഇവയിലൊരു നിശ്വാസം. പേടിയൊന്നല്ല, ഈ പറയുന്ന കക്ഷി പണ്ടൊരു ചൊറിയൻ തവളയായിരുന്നു. ഇപ്പൊ വളർന്നു വലുതായി പേര് കേട്ട വലിയ വക്കീലായിട്ടും ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. അവന്റെ നിഴൽവട്ടം കണ്ടാൽ ഇവക്ക് ആ ദിവസം പോവും. അമ്മാതിരി വർത്തമാനാണ് പ്രേതക്കണ്ണന്. എൽസിയുടെ ഫോൺ കെട്ടായതും ഇവ ഫോണും കയ്യിലെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ആ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവളുടെ അമ്മച്ചി ലിസിയൊന്നും ചോദിച്ചില്ല. സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി ഗേറ്റ് അടച്ചുകൊണ്ട് ആ വളവിൽ തന്നെയുള്ള മറ്റൊരു വില്ലയിലേക്ക് അവൾ കയറി. ഓ, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയാ? ഞാൻ കരുതി നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു. അകത്ത് കാലുകൊത്തും മുമ്പ് തന്നെ റോസി ആന്റിയുടെ ശബ്ദം. ഇവ വെളുക്കിനെ ഒന്ന് ചിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുന്ന വഴിയാണ് ഇതിന്റെ റോസി ആന്റി. പിന്നെ കുറച്ച് തിരക്കിപ്പെട്ടു പോയി, എന്നിട്ടും സമയമുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ. റോസിയുടെ പിറകെ അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് ഇവ പറഞ്ഞു. അതിന് റോസി അവളെ നിരുത്തി നോക്കിക്കൊണ്ട് തലയാട്ടി. ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയോണ്ടാവാം ഇവയുടെ ഉടായ്പൊന്നും ഇവിടെ ഏൽക്കാറില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? പക്ഷേ ബീഫ് സ്റ്റൂ ബൗളിലേക്ക് മാറ്റുന്നതിനിടയിലുള്ള റോസിയുടെ ചോദ്യം കേൾക്കെ രാവിലെ കഴിച്ച പുട്ടും കടലയും ദഹിച്ച പോലെയാണ് അവൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവ തീറ്റ തുടങ്ങി. അധികം വൈകാതെ തന്നെ എൽസയും കൂടി. ആ ആരിത് എന്റെ പൊട്ടാസോ? തീറ്റ കഴിഞ്ഞതിന് ശേഷം ഹാളിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ ഏതോ സീരീസ് കാണുമ്പോഴായിരുന്നു ആ വൃത്തിയിട്ട ശബ്ദം ഇവയുടെ ചെവിയിൽ പതിഞ്ഞത്. പൊട്ടാസ് തന്റെ കുഞ്ഞമ്മ എന്ന് പറയാൻ നാവ് ധരിച്ചെങ്കിലും ഇവയൊന്നും പറഞ്ഞില്ല. പറഞ്ഞാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുപ്പിച്ചു വിടും വക്കീല്. സ്വന്തം ഇച്ചായന്റെ ശബ്ദം കേട്ടതും എൽസിയൊന്ന് തലവൊക്കിയിരുന്നു. പിന്നെ പുച്ഛിച്ചുകൊണ്ട് കണ്ണ് സ്ക്രീനിലേക്ക് തന്നെ നീട്ടി. എന്നതാ എന്റെ കൊച്ചിനൊരു മൈൻഡില്ലാത്ത? ഇച്ചായനോട് പിണക്കാണോ? ഈ പിണക്കം മാറ്റാനേ ഇച്ചായനെ എന്നാ തരണം? ഒരു ലുമ്മ തരട്ടെ? മിണ്ടാതിരിക്കാം, മടുത്താൽ നിർത്തിപ്പൊക്കൂടെ എന്ന മട്ടിലിരിക്കുന്നവരുടെ അടുത്ത് വന്ന് കൊഞ്ചുന്നുണ്ട് വക്കീല്. തൊട്ടപ്പുറത്തെ സോഫയിൽ പെങ്ങളിരിക്കുന്നുണ്ടാവാം. അവസാനം ആ പറഞ്ഞൊരു രഹസ്യം കണക്കെയാണ്. അതെന്റെ പെണ്ണുമ്പിളെ കൊണ്ടുപോയി കൊടുക്കണം. ചപ്പറത്തലയാ അവരൊരു എന്നോട് പറയിപ്പിക്കരുത്. ആഹാ, ഇപ്പഴാ പൊട്ടാസിന്റെ പൊട്ടാസായത്. അല്ലെങ്കിലും പെൺപിള്ളേരായാലും ഇങ്ങനെ വേണം. ആറ്റം ബോംബിനും സൾഫ്യൂരിക് ആസിഡും ഉണ്ടായതുപോലെ അല്ലേ കൊച്ചേ? ഇനി താൻ വാ തുറന്ന അമ്മച്ചിയാണ് സത്യം. ആ രണ്ട് പ്രേതക്കണ ഞാൻ കുത്തിപ്പൊട്ടിക്കുവേ. വീണ്ടും ഇടയ്ക്ക് ശരിയാലെ പറയുന്നവനെ നോക്കിക്കൊണ്ട് ചൂണ്ടുവിരലും നടുവിരലും ആ കണ്ണിന് നേരെ ഉയർത്തിക്കൊണ്ട് രോഷത്തോടെ ഇവ പറഞ്ഞു. അല്ലെങ്കിലും നിനക്കൊക്കെ എന്റെ കണ്ണിനോട് കടുത്ത അസൂയാണെന്ന് എനിക്ക് പണ്ടേ അറിയാടി കൊച്ചേ. ആ പിന്നെ അസൂയപ്പെടാൻ പറ്റിയൊരു കണ്ണ്. പുച്ഛിച്ചുകൊണ്ട് ചുണ്ടും കോട്ടി പറയുന്നുണ്ടെങ്കിലും ഫെലിയ പറഞ്ഞ 100% ശരിയാണ്. പച്ചയും കാപ്പിയും മിക്സായ കണ്ണുകളാണ് ഫെലിക്ക്. ആ കാര്യത്തിൽ എൽസക്ക് അവനോട് നല്ല അസൂയാണ്. കുഞ്ഞാ, വന്ന് ഭക്ഷണം കഴിച്ചേ. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതല്ലേ നീ? ഹാളിൽ നിന്ന് ഫെലിയുടെ ശബ്ദം കേൾക്കെ റോസി കിച്ചണിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. കുഞ്ഞിനെന്ന് വിളിച്ചു കേൾക്കെ ഇവയും എൽസി അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചിരിക്കാതിരിക്കും? 6 അടി 3 ഇഞ്ചിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന മനുഷ്യനെയാണ് കുഞ്ഞനെന്ന് ഇപ്പോഴും വിളിക്കുന്നത്. ഒരു കുഞ്ഞൻ? കളിയാക്കിക്കൊണ്ട് എൽസ പറയുന്ന കേട്ടെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. അല്ലെങ്കിലും തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഫെലിക്കുമ്പിൽ പോത്ത് മാറി നിൽക്കും. ഇനി അവന്റെ ചൊറിച്ചിൽ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് എൽസ ഇവ നേരെ വീട്ടിലേക്ക് പോയി. ഡിഗ്രി കഴിഞ്ഞതേ PSC എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ ഇരിപ്പാണ് രണ്ടും. മുറക്ക് എക്സാം എഴുതുന്നുണ്ടെങ്കിലും എന്നതോ എന്തോ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നാണ് അവരുടെ വാദം. ഇനി നമുക്ക് 2 കുടുംബത്തെയും വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മാളിയേക്കൽ വീട്. ദമ്പതികളായ ഐസക്കിനും ലിസിക്കും 2 മക്കൾ, ഇവാനിയയും അഗസ്റ്റിനും. 2 പേരും ഇരട്ടകളാണ്. രൂപസാദൃശ്യം ഒട്ടുമില്ലെങ്കിലും അച്ചിൽ വാർത്ത പോലെയാണ് രണ്ടിന്റെയും സ്വഭാവം. പക്ഷേ ഇവയുടെ അത്ര മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ ചെറുക്കിന് കുറച്ചുകൂടെ വിളിയും വെള്ളിയാഴ്ചയും ഉണ്ട്. കൂടെ ഒരു ജോലിയും. ആളിപ്പോ SI സെലക്ഷൻ കിട്ടി നിൽപ്പാണ്. ട്രെയിനിങ് തുടങ്ങാനായിട്ടില്ല. ഇരട്ടയാണ്. ഒന്നിച്ച് ഗർഭപാത്രത്തിൽ ജീവിച്ചവരാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും രണ്ടും തമ്മിലില്ല. അതിന് പ്രധാന കാരണവും പ്രേതക്കണ്ണനാണ്. കൊച്ചു എന്ന അഗസ്റ്റിൻ പണ്ടുതൊട്ടേ ഫെലിയുടെ ടീമായതിനാൽ ഇവയുമായിട്ട് ചൊടിയാണ്. ഇനി നമുക്ക് 2ാമത്തെ കുടുംബത്തെ പരിചയപ്പെടാം. പാലക്കിൽ വീട്. എബ്രഹാമിനും റോസ്മേരിക്കും മക്കൾ 3. മൂത്ത റോഷൻ എബ്രഹാം, ഒരു പാവം എഞ്ചിനീയർ. ആളൊരു സമാധാനപ്രിയനാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യമില്ല. ഇനിയിപ്പോ ദേഷ്യം വന്നാലോ എന്ന് പറയാൻ പുള്ളി കലിപ്പായിട്ട് ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ കണ്ണിൽ ആൾക്കൊരു വെള്ളരിപ്രാവിന്റെ രൂപമാണ്. ഇനി 2ാമത്തെ സന്താനം, നടുക്കഷ്ണം, മിസ്റ്റർ ഫെലിക്സ് ജോഷുവ. ആ പേര് കേൾക്കുന്നതിന് ഇവയ്ക്ക് കലിയാണ്. അമ്മാതിരിയാണ് കയ്യിലിരിപ്പ്. പേര് കേട്ട ക്രിമിനൽ അവരാണ് കക്ഷി.
അടുത്തതാണ് ഇവയുടെ കരളിന്റെ കഷ്ണമായ എലിസബത്ത് എന്ന എൽസ. ഒരു സ്വീറ്റ് ക്യൂട്ടി പൈ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചേരയുടെ ഗുണം കാണിക്കും. ഇവയും കൊച്ചും എലിയൊക്കെ ചെറുപ്പം തൊട്ടേ ഒന്നിച്ചാണ് പഠിച്ച്. എങ്കിലും ഇവയ്ക്ക് അടുപ്പ് എലിയോടാണ് കൂടുതൽ. അതുകൊണ്ട് കൊച്ചുവിന് എലിയ വലിയ പിടുത്തമില്ല. ഇവരേക്കാൾ 2 വയസ്സ് കൂടുതലാണ് കുഞ്ഞിന്. ചെറുപ്പം തൊട്ടേ പഞ്ചാര കുഞ്ചുവായ കുഞ്ഞിന് ഇവയോട് ഒരു പ്രത്യേക ഇളക്കം ഉണ്ടായിരുന്നു. ഒരു ഉളുപ്പില്ലാതെ എല്ലാവരോടും എനിക്ക് ഇവയുടെ ഐ ലവ് യു ആണെന്ന് പറഞ്ഞു നടക്കുന്നവനെ എല്ലാവരും കളിയാക്കുമ്പോൾ അതിന്റെ ഷെയർ ഇവക്കും കിട്ടും. ഈ ലവ് എന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ കൂടെ എല്ലാവരും കളിയാക്കുന്നേട്ട് ഇവക്ക് ദേഷ്യവും കരച്ചിലൊക്കെ വരും. കുഞ്ഞിന് പിന്നെ അന്നും അപാര തൊലിക്കെട്ടിയായതുകൊണ്ട് പിന്നെയും ഇവയുടെ ഐ ലവ് യു പറയും. അത് കേൾക്കേണ്ട താമസം. മുഖവും ചോപ്പിച്ച് കരയുന്നവളെ കാണാൻ അവന്റെ ഉള്ളിലെ സൈക്കോ വരും. അവളെ കരയിക്കാനുള്ള ആവേശം കൂടും. അങ്ങനെ LP സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഈ ഐ ലവ് യുവിന്റെ അർത്ഥം കൊച്ചിന് മനസ്സിലായത്. എങ്കിലും കുഞ്ഞിനോടുള്ള കലിപ്പൊട്ടും കുറഞ്ഞുമില്ല. ആളിട്ട് വട്ടാക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒഴിവാക്കാതെ കുഞ്ഞിന് രംഗത്ത് തന്നെയുണ്ട്. ഇതേ സമയം കൊച്ചുവിനടുപ്പം കുഞ്ഞിനോടായി. വൈകിട്ട് കളിക്കുമ്പോഴൊക്കെയും ഇവർ രണ്ടും ഒരേ ടീം, ഇവയും എലിയും വേറെ ടീം. ഇവരെക്കാൾ വയസ്സിന് മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ റോഷി രക്ഷപ്പെട്ടു. എങ്കിലും പറ്റുന്ന പോലെ പുള്ളി സമാധാനത്തിന്റെ വെള്ളക്കൂടി പടർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ റോഷി ഉള്ളപ്പോൾ വഴക്കിടലൊന്ന് കുറയും. റോഷിയോട് ഇരു കൂട്ടർക്കും വളരെ സ്നേഹവും ബഹുമാനവുമാണ്. എനിക്ക് കുഞ്ഞിനോടുള്ള ദേഷ്യത്തിന്റെ കാരണം എന്തെന്നാൽ കാര്യം എത്രയൊക്കെ തരികയാണെങ്കിലും പുള്ളി ഒരു ബുദ്ധിജീവിയാണ്. LSS, USS, NMMS അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നൊക്കെ വാങ്ങിക്കൂട്ടിയാണ് എല്ലാ ക്ലാസ്സിൽ നിന്നും ചെക്കൻ ഇറങ്ങുള്ളൂ. അതിന്റെ എല്ലാ അഹങ്കാരവും ആൾക്കും ഉണ്ട് താനും. ഇങ്ങനെ കുഞ്ഞിനെന്തെങ്കിലും ട്രോഫിയോ സർട്ടിഫിക്കറ്റോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദിവസം എലിയുടെയും ഇവിടെയും ചെവിക്ക് സമാധാനം കൊടുക്കില്ല അവൻ. കൂടെ മുതിർന്നവരും. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും വീട്ടിൽ തന്നെ കാണുമല്ലോ. വീട്ടിലേക്ക് വന്നപാട് ഇവൻ ഞൊടിഞ്ഞു. ആക്ച്വലി പണിയില്ലാത്ത നമുക്കടി. ഫുൾ ടൈം വീട്ടിൽ വെറുതെ ഇരിക്കുന്നോണ്ടാ പണിയുള്ളവർക്കും പണിയില്ലാത്ത പോലെ നമുക്ക് തോന്നുന്നു. ഇവക്ക് മറുപടിയായി കാര്യമായി തന്നെ എലി പറയുന്നുണ്ട്. ഓ, നീ ആ പ്രേതക്കണന്റെ പെങ്ങള് തന്നെ. പല്ലും കടിച്ചടുത്തുള്ള സോഫയുള്ള കുഷ്യനെടുത്ത് ഒരു ഏറ് കൊടുത്ത് ഇവ. എന്താ ഒരു കൃത്യത! അത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന്റെ വയറിനിട്ട് കൊണ്ടു. ഡീ ചീറിക്കൊണ്ട് വരുന്നുണ്ട് കൊച്ചു. എന്താടാ? ഇവക്ക് പുച്ഛം മാത്രം. എലിക്ക് അതിനേക്കാൾ പുച്ഛം. രണ്ടിനെയും ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ടാവും പുറത്തേക്ക് പോയി. ഓ പോയല്ലോ, ഞാനോർത്തു ഇനി ഇവന്റെ ഷോ കൂടെ കാണേണ്ടി വരുന്നത്. ഇവ ആശ്വാസത്തോടെ പറയുന്നുണ്ട്. SI സെലക്ഷൻ കിട്ടിയതോടെ ചെക്കൻ നിലത്തൊന്നല്ലായിരുന്നു. ഇതിപ്പോൾ എവിടെയോ പോകാനുള്ള തിരക്കുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയൊന്നും പറയാതെ പോയത്. അല്ലെങ്കിൽ വേലയും കൂലിയില്ലെന്ന് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയുന്ന ആറി. അവനോട് പോകാൻ പറ. അല്ലേ പിന്നെ സെലക്ഷൻ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, പോലീസായിട്ടില്ലല്ലോ. അതും ശരിയാ. ഇപ്പൊ തന്നെ ഇതാവസ്ഥ. ഇനി ജോലി കൂടെ കിട്ടിയാൽ നമ്മൾ നാട് വിടേണ്ടി വരുന്ന തോന്നുന്നു. എനിക്കിത് ശരിയാവും തോന്നില്ല. ഇവ നമുക്ക് മാറ്റി പിടിച്ചാലോ? എന്ത്? വളരെ കാര്യമായി പറയുന്നവളെ ഇവ സംശയത്തോടെ നോക്കി. എന്തോ വള്ളിയാണ് വരാൻ പോകുന്നൊരു അപായ സൂചന. അല്ല, ഈ PSC ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. നമുക്ക് വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതാണെങ്കിൽ യുവമാരെ വട്ടുപിടിപ്പിച്ച് പ്രാങ്ക് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാം. പിന്നെ 2 ഒടുക്കത്തിൽ ലുക്കായതുകൊണ്ട് പെമ്പിളേരൊക്കെ കാണും, വ്യൂസൊക്കെ അടിച്ചു കയറും. ഇനി റീച്ച് ആയില്ലെങ്കിൽ നമുക്ക് അവർ കേയാണെന്ന് പറഞ്ഞ വീഡിയോ ഇടാം. അവർ കാണാതെ ഓരോന്ന് വീഡിയോ എടുത്ത് ഓരോ റൊമാൻറ്റിക് BGM ഇട്ടാൽ മതി. എല്ലാം സെറ്റ്. വേഗം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവും. അത് നല്ലൊരു ഇതാണ്. പക്ഷെ റീച്ച് ആയ ഒരു വീഡിയോ കാണില്ലേ? അങ്ങനെ കണ്ടാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയോട് വിട പറയാം. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. ഇനി ചെയ്യോ? ആദ്യം പറയുമ്പോഴുള്ള ആവേശമൊന്നും എനിക്കിപ്പോഴില്ല. എന്തായാലും ഒന്ന് മൂഡ് റിലാക്സ് ആക്കാൻ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോവാം. വ്ളോഗിങ് ഒന്ന് ട്രൈ ചെയ്യാം. ഇന്ന് വീഡിയോ എടുത്ത് നോക്കി സെറ്റായ പോസ്റ്റ് ചെയ്യാം. പക്ഷെ എന്ത് പേരിടും ചാനലിന്? എലി പിടിക്കുന്ന എല്ലാ വള്ളികളുടെയും അറ്റം എന്നും ഇവയുടെ കയ്യിൽ കാണും. ചാനലിനിടാൻ പേരാലോചിച്ച് കുറെ തലപോച്ചെങ്കിലും പേരൊന്നും കിട്ടിയില്ലായിരുന്നു. എങ്കിലും ഉദ്യമം ഉപേക്ഷിക്കാതെ രണ്ടുപേരും കെട്ടിയൊരുങ്ങി ഒന്ന് കറങ്ങാൻ പോയി. സിനിമയൊക്കെ കണ്ട് ബീച്ചിൽ പോയി വല്ല കഫേയിലും കയറി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. കൂടെ വ്ളോഗിങ്ങും. ആളില്ലാത്ത സ്ഥലത്തൊക്കെ രണ്ടുപേരും കാര്യമായിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ക്ലിപ്പ് മാത്രം ഷൂട്ട് ചെയ്യും. അങ്ങനെ സിനിമയും കണ്ടിറങ്ങിയാണ് രണ്ടുപേരും നേരെ ബീച്ചിലേക്ക് വിടാൻ തീരുമാനിച്ചു. പാർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് ഓർത്തു. അവിടെ തന്നെയുള്ള ഒരു ചെറിയ ചായപ്പീടികയിലാണ് കയറിയത്. 2 കട്ട മാത്രം ഇങ്ങനെ പറയുമെന്നോർത്ത് 2 ബ്രെഡ് ഷവർമയും 2 പരിപ്പോടയും പറഞ്ഞു. ഇതൊക്കെ എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവ പിന്നെ ഫോണിലെ ചാർജ് ചെയ്യാനായപ്പോൾ സൈഡായതാണ്. കട്ടൻ ചായക്കൊപ്പം പഴംപൊരി ആയിരുന്നു ബെസ്റ്റ് കോംബോ. വായിലേക്ക് ഷവർ മുന്തിക്കയറ്റുന്ന ഇവ പറഞ്ഞു. പഴംപൊരി വാങ്ങിയ ബീഫ് വാങ്ങാതെ എങ്ങനെയാടി? അത് മോശമല്ലേ? പിന്നെ നീ ഒന്ന് വൃത്തിയിൽ തിന്ന്, എന്നാലും നമുക്കിതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എലി പറയുന്നിട്ട് ഇവ പിന്നെ ഡീസന്റ് ആയി. പിന്നെ മുഖത്ത് പല ഭാവങ്ങളായി. അങ്ങനെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോഴായിരുന്നു അറിയാത്ത പോലെ ഒരാൾ വന്ന് അവരുടെ ദേഹത്ത് സ്പർശിച്ചത്. അത് ഏത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലായതോടെ ആ ചായ ഗ്ലാസ് അതുപോലെ അവന്റെ മുഖത്തേക്ക് എറിയാൻ ഇവക്ക് മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ കടി തന്ന പാത്രം കൊണ്ട് അവനെ തലക്കിട്ടൊന്ന് പൊട്ടിച്ചു. ഒരു നിമിഷം ചുറ്റും നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ തലപൊട്ടി ചോര ഒന്നതിനുണ്ടായിരുന്നു എന്നത് സത്യം. എന്റെ ഇവ, എന്നാലും എന്തപ്പോ സംഭവിച്ചത്?
ആ ചെറുക്കന്റെ തലയിൽ രക്തം വന്നോടെ കാര്യത്തിന്റെ ഗതി മാറി. ആരിക്കെ കൂടെ അവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസിൽ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവയെയും പോലീസ് സ്റ്റേഷനിൽ കൊതുകടിയേണ്ടിയിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റോഷിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ആരുടെയും നമ്പർ കൊടുക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് സമാധാനപ്രിയന്റെ നമ്പർ തന്നെ കൊടുത്ത്. പുള്ളിയാണെങ്കിൽ കുറച്ചൊന്ന് ശകാരിക്കുമെങ്കിലും കാര്യം ഹാൻഡിൽ ചെയ്തുള്ളൂന്ന് അവർക്കറിയാം. ആ തെണ്ടിയനെയും തോണ്ടി അത് ഞാനവരെ തലടിച്ച് പൊട്ടിച്ചു, അത്ര തന്നെ കിതച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവ. ആൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെർമിഷൻ ഇല്ലാത്ത തന്റെ ശരീരത്തിൽ തൊട്ട അവനാണ്. എന്നിട്ടിപ്പോ കേസ് തന്റെ തലയിലും ദേഹത്ത് തൊട്ടുകൊണ്ടല്ലേ പ്രതികരിച്ച്. സത്യം ആരോടും പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. വന്ന് നേരം തൊട്ട് ആ പോലീസിനോട് തത്ത പറയുന്ന പോലെയാണ് പറഞ്ഞത്. പക്ഷെ അയാൾ വിശ്വസിക്കണ്ടേ? ഇതൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാണത്രേ. തലവെട്ടിച്ച് നോക്കിയപ്പോൾ ആദ്യം കണ്ണിലുടക്കിയത് ആ കാപ്പിയും പച്ചയും കലർന്ന കണ്ണുകളാണ്. ഇവയുടെ കണ്ണുകൾ വികസിച്ചു. ഫെലിച്ചൻ തീർന്നു. അടുത്തു നിന്ന് എലിയുടെ രോദനം. പുറകിൽ തന്നെ കൊച്ചു റോഷിയുമുണ്ട്. 3 പേരുടെയും മുഖത്ത് ഗൗരവമാണ്. എങ്കിലും കൊച്ചുവിന്റെ മുഖത്താണ് കൂടുതൽ ദേഷ്യം. റോഷി അവിടെയുള്ള ഒരു കോൺസ്റ്റബിളിനോട് കാര്യം തിരക്കുന്നുണ്ട്. അയാൾ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് അവരുടെ മുഖഭാവം മാറുന്ന കാണെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ റിയാക്ഷൻ കൊച്ചുവിൽ നിന്നാണ്. വീട്ടിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന പോരായിട്ടാണോടി നാട്ടുകാരുടെ മണ്ടക്കൂടെ കയറുന്നു. അഗസ്റ്റി കാര്യറെ കൂടുതൽ ഷോ ഇറക്കല്ലേ? പല്ലും കടിച്ചുകൊണ്ട് ഇവയ്ക്ക് നേരെ തിരിഞ്ഞ് അവന്റെ കൈമുട്ടിലൊന്ന് കൊടുത്തുകൊണ്ട് എലി പറഞ്ഞു. അല്ലെങ്കിൽ ഇവയെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ എലിയല്ലാതാവണം. നീ മിണ്ടി പോരുത്. ഇവള് കാണിക്കുന്ന ഓരോ പോക്രിത്തരത്തിനും വാല് പിടിക്കുന്ന നിനക്കാദ്യം തരേണ്ടത്. പട്ടി, നീ ആദ്യം എന്നോട് എന്തിനാണ് അവർ തല്ലിയെന്ന് ചോദിച്ചോ? അതിന് ഒരു പ്രശ്നം ഉണ്ടായി 2 വാക്ക് കേൾക്കാതെ വിധി എഴുതാൻ പോകുന്ന നീയൊക്കെയാണല്ലോ പോലീസാണ് നടക്കുന്നത്. എലിയുടെ സംസാരം കേട്ടതും ചീറിക്കൊണ്ട് കൊച്ചു അവൾക്ക് നേരെ ചെന്നു. കാര്യം ഒരേ പ്രായമാണെങ്കിലും കൈബലത്തിൽ കൊച്ചു മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് എലിമെല്ലെ ഇച്ചായമാരുടെ പുറകിൽ നിന്നു. ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൾ ഇച്ചായമാരുടെ കുഞ്ഞു പെങ്ങളായി മാറും. കൊച്ചുവിനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി കാണുന്നവന്റെ തലയടിച്ചു പൊട്ടിക്കാനെന്നുള്ള ഭ്രാന്തൊന്നും തന്റെ പെങ്ങൾക്കില്ലെന്ന് അവനറിയാം. എങ്കിലും തെളിവുകൾ മുഴുവൻ അവൾക്കെതിരെയാണ്. അസാൾട്ട് കേസും അറ്റംപ്റ്റ് ടു മർഡർ ചാർജൊക്കെയായി ആ ചെറുക്കന്റെ വക്കീൽ കേസ് ബിൽഡ് ചെയ്തു. അവളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇനി ജയിലിൽ കഴിയാനുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന്. തെളിവുകളാണെങ്കിൽ ഇവക്കെതിരെയാണ്. ആ തട്ടുകടക്ക് ഓപ്പോസിറ്റുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആ പയ്യൻ കടയിലേക്കായിരുന്നു ഇവക്ക് അടുത്ത് നിൽക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഇവ അവനെ അറ്റാക്ക് ചെയ്യുന്നു. അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇവ കാര്യമേതുമില്ലാതെ ഒരു പാവം പയ്യനെ തല അടിച്ചു പൊളിക്കുന്നതിന് ആ ചായക്കടക്കാരടക്കം ദൃക്സാക്ഷിയാണ്. കൊച്ചു മതി. ഇവർ പറഞ്ഞൊക്കെ സത്യമാണോ? റോഷിയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഗൗരവം. പോലീസുകാരോട് തത്ത പറയുന്ന പോലെ പറഞ്ഞു തന്നെ ഇവ വീണ്ടും ആവർത്തിച്ചു. റോഷിക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി. അവൾ ചെയ്തതിലൊരു തെറ്റുമില്ല. പക്ഷേ തെളിവുകളാണല്ലോ പ്രധാനം. സർ, ആ CCTV വിഷ്വൽസ് ഒന്ന് കാണിച്ചിരുമോ? ഇവയുടെ ഭാഗം കേട്ടതേ കൊച്ചി ഇൻസ്പെക്ടറോട് ചോദിച്ചു. ഫെലിക്സ് ഇവയുടെ വക്കീലായതുകൊണ്ട് ആരാ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ട വീഡിയോ തന്നെയല്ലേ? ഇവര് തന്നെ തേങ്ങാൻ നോക്കുന്നത്. എലി ഇവയുടെ ചെവിയിൽ കുശൂശിത്തു. രണ്ടുപേർക്ക് ഇതുവരെ കാര്യത്തിന്റെ ഗൗരവമൊന്നും മനസ്സിലായിട്ടില്ല. വീഡിയോ നോക്കി കൊച്ചുവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാറി. റോഷിക്ക് അതിൽ കുറെ നോക്കിയെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ല. എൽസ! കൊച്ചുവിന്റെ ശബ്ദമുയരെ എലി ഇവയുടെ കയ്യിൽ പിടിച്ചു. ഈ ഭ്രാന്തനെന്താ ഭ്രാന്തായോ? കാറി കൂന്നു. ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് എലി അവന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. കൂടെ പുരികമുയർത്തി എന്തായെന്നും കാണിക്കുന്നുണ്ട്. നിന്റെ ഫോണെന്നേ? ആവശ്യം കുഞ്ഞിൽ നിന്നാണ്. കാര്യമേതുമില്ലാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചോദിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് എലി സങ്കോചമേതുമില്ലാതെ ഫോൺ അൺലോക്ക് ചെയ്ത് കൊടുത്തു. കുഞ്ഞൻ ഗാലറിയിൽ പോയി അതിൽ അവസാനം എടുത്ത വീഡിയോ നോക്കി. 2 മിനിറ്റോളമുള്ള വീഡിയോയുടെ അവസാന ഭാഗം സ്ലോ മോഷനിൽ കണ്ടു. അതിൽ തെറ്റല്ലാത്ത രീതിയിൽ തന്നെ ആ ചെറുക്കന്റെ കൈ ഇവയുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന വ്യക്തമായി കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവ അവന്റെ തലക്കടിക്കുന്നതോടെ വീഡിയോ നിൽക്കുന്നുണ്ട്. കൊച്ചുവിന്റെയും കുഞ്ഞിന്റെയും മുഖം ഒരുപോലെ മുറുകി. റോഷിയുടെ മുഖത്തും ദേഷ്യം പ്രകടമാണ്. പിന്നെ ഒരു പുകമയമായിരുന്നു. അതുവരെ അഹങ്കാരത്തോടെ സെറ്റിൽമെന്റിന് ഒരുങ്ങാത്ത എതിർഭാഗം വക്കീല് താണുകയാണ് പറയുന്നൊക്കെ കേൾക്കെ ഇവക്ക് സുഖിച്ചു വരുന്നുണ്ട്. കുഞ്ഞിനെ യാതൊരു വിട്ടുവീഴ്ചക്കൊരുങ്ങാൻ നിൽക്കുകയാണ്. ഒടുക്കം കോടതിയിൽ കാണുന്നൊരു വെല്ലുവിളിയോടെയാണ് 2 കൂട്ടരും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങാം. ഞങ്ങളുടെ വണ്ടി കീതാ. റോഷി താക്കോൽ കൊടുത്തും കീയും കറക്കി എലിയും പുറകിൽ ഇവയും നടന്നു. ഇവ പട്ടി. പ്രതീക്ഷ ആ വിളി കൊച്ചുവിൽ നിന്ന് കേട്ടതും അവന് കാത്തു നിന്ന പോലെ പുച്ഛിച്ചുകൊണ്ട് ചുണ്ടും കൂട്ടി മുന്നിലായി നടന്നവൾ. അതോടെ അവന്റെ മനസ്സിലെ പിരിമുറുക്കത്തിന് അയവ് വന്നു. അന്ന് പിന്നെ വീട്ടിലെത്തിയതും ഒരു കണക്കിനാണ് ലിസിയെ കുറിച്ച് സമാധാനിപ്പിച്ച്. മകളുടെ ചട്ടമ്പി സ്വഭാവം ലിസിക്ക് എന്നും പരാതിയാണോ? അത്രയില്ലെങ്കിലും ഐസക്കിനും മക്കളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ഇല്ലാതെയല്ല. മൂക്കിൻ തുമ്പിലുള്ള കൊച്ചുവിന്റെ ദേഷ്യവും കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ തൊട്ടിൽ കെട്ടുന്ന പോലെയുള്ള ഇവയുടെ എടുത്തുചാട്ടവുമാണ് കാരണം. ദിവസങ്ങൾ മുന്നോട്ട് പോയി. കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഇവയുടെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ട് തന്നെ മുമ്പിൽ തന്നെ കുഞ്ഞനും കൊച്ചും ഉണ്ടായിരുന്നു. ആദ്യമൊന്നും മടിച്ചുവെങ്കിലും വീട്ടുകാരും അതിനെ തുണച്ചു.
കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗ്. നാവ് കൊണ്ടുള്ള പോരാട്ടത്തിന് മുമ്പേ PhD എടുത്തുകൊണ്ടും മതിയായ തെളിവുകളുകൊണ്ടും കേസ് ജയിക്കാൻ കുഞ്ഞിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് നന്ദി സൂചകമായ ഒരു നോട്ടം പോലും ഇവയിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് കുഞ്ഞൻ തന്നെ അതിന് മുൻകൈയെടുത്ത് കവളിലൊരു ഉമ്മയും കൊടുത്തു. അതിന് ഇവ അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇന്നാണ് റിച്ചിയുടെ റിസപ്ഷൻ. പറഞ്ഞു വെക്കലും മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് കുറച്ചായിരുന്നു. എല്ലാവരെയും സൗകര്യം നോക്കി കല്യാണം 2 മാസം കഴിഞ്ഞ് മതിയും തീരുമാനിച്ചതായിരുന്നു. വധു അവന്റെ ഓഫീസിനടുത്തുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. പേര് സെലിൻ. റിച്ചിയെ പോലെ ഒരു പാവമാണ് ആള്. സെലിൻ ചേച്ചി ലുക്കായിട്ടുണ്ട്. സത്യം എന്റെ കേട്ടിന് ഞാനിതുപോലെ ഒരുങ്ങും. അതിനിയും സമയമുണ്ടല്ലോ. ആദ്യം എന്റെ കൊച്ചൊരു ജോലി വാങ്ങുക, എന്നിട്ട് പോരെ നമ്മുടെ കെട്ടിന്റെ കാര്യം. സ്റ്റേജിൽ വിരുന്നുകാരൊക്കെയും ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നവദമ്പതികളെ നോക്കിയാൽ കേലി പറഞ്ഞു. അതിന് മറുപടിയായി ഇവ എന്തോ പറഞ്ഞപ്പോഴായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് എവിടുന്നോ പൊട്ടിമുളച്ച് കുഞ്ഞൻ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഞാൻ എന്റെ കെട്ടിന്റെ കാര്യം പറഞ്ഞു മിസ്റ്റർ. ചുണ്ടും കോട്ടി പറയുന്നവളെ കാണെ അവന്റെ നോട്ട ആദരത്തിൽ തന്നെ തങ്ങി നിന്നു. ഡോ തറപ്പിച്ച് നോക്കുന്നവളെ കാണെ കുഞ്ഞന്റെ ചുണ്ടിൽ വീണ്ടും ഒരു വെടക്കി ചിരി. ഇങ്ങനെ നോക്കലേ പൊട്ടാസേ, ഈ ചായനൊരു പെക്കങ്ങ് വെച്ചു തരാൻ തോന്നും. എന്താണോ പെക്കാക്കിയത്? ഫ്രഞ്ച് ആയിക്കൂടായിരുന്നോ? ഭദ്രകാളിയെ പോലെ ഉറഞ്ഞുള്ളിക്കൊണ്ട് കോളറിന് പിടിക്കുന്നവളെ കാണെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി ഫെലിക്സ്. കൂടെ ഭംഗിയായി ഞൊറിഞ്ഞെടുത്ത സാരി വകഞ്ഞ് നഗ്നമായ ഇടുപ്പിൽ കൈകൾ ചുറ്റി. ഇവയുടെ ശ്വാസമൊന്ന് കനത്തു. പറയാൻ വന്നോക്കെയും പാതി വഴിയിൽ മറന്നുപോയതുപോലെ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇവ. ഓ അത് ഇയാൾ പറഞ്ഞിട്ട് വേണം അറിയാൻ. കേൾക്കേണ്ട ആളടുത്ത് നിന്നെ കോംപ്ലിമെന്റ് കിട്ടിയപ്പോൾ ഒന്ന് സുവിച്ചെങ്കിലും അത് പുറത്തു കാട്ടാതെ ചുണ്ടും കൂട്ടി പറഞ്ഞവൾ. പക്ഷെ സത്യം പറയാലോ, ഇയാളെ കാണാൻ 5 പൈസ കൊള്ളില്ല. ഈ സൂട്ട് ഇയാൾക്ക് ഒട്ടും ചേരില്ല. ഒരുമാതിരി ഉണ്ട് കാണാൻ. അതിന് കൂടെ പ്രേത കണ്ണും. നല്ല അസല് ബോറായിട്ടുണ്ട്. 3 പീസ് സൂട്ടിൽ ലുക്കായിട്ടുള്ളവൻ അടിമുടി നോയിക്കൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണുകൾ തറഞ്ഞു നിന്ന് കുഞ്ഞന്റെ പച്ചയും കാപ്പിയും കലർന്ന കണ്ണുകളിലാണ്. ഒട്ടും അസൂയയില്ലല്ലേ? പിന്നെ അസൂയപ്പെടാൻ പറ്റിയൊരു മുതല്. ഇയാൾ വിട്ടേ, എനിക്ക് പോണം പറഞ്ഞുകൊണ്ട് അവന് നെഞ്ചിലൊരു കുത്തും കൂടെ വെച്ചു കൊടുത്തവൾ അവനിൽ നിന്ന് അകന്നു. സാരിയുടെ മുന്താണി പൊക്കി പിടിച്ച് ഫുഡ് സെക്ഷനിലേക്ക് നടന്നു പോകുന്നവളെ കാണെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ കുഞ്ഞൻ നോക്കി നിന്നു. എലി അവിടെ പോയെന്തോ. അയാളുടെ പെങ്ങളെന്നെ മുങ്ങാൻ എന്തൊരു ടൈമിങ്ങാ. ഇവ ചിന്തിച്ച നഗ്നമായ സത്യമാണ്. കാര്യം കുഞ്ഞനെലിയും കാണുമ്പോ അടിയാണെങ്കിലും ഇവയുടെ കാര്യത്തിൽ ഇങ്ങനെ ചില സഹായങ്ങളുടെ വക അവന് കിട്ടാറുണ്ട്. അവരുടെ പ്രൈവസിയെ മാനിച്ച് ഇപ്പോഴെങ്ങോട്ടോ പോയതാണ് എലി. ഹേയ് വാ. എലി അന്വേഷിച്ച് ചുറ്റും കണ്ണോടിച്ച് നടക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്നൊരു അശരീരി അവൾ കേട്ടത്. ആര്? മിഷേലാ. താനിതിപ്പോ നാട്ടിലെത്തി? ജസ്റ്റ് 1 വീക്ക്. ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞ് പോയാൽ മതി. പിന്നെ തന്റെ കാര്യം എന്തായി? ജോലിക്ക് എങ്ങനെ പോകുന്നു? ജോലി ഇപ്പൊ ചെറിയൊരു ബ്രേക്കിലാ. വർക്ക് സ്ട്രെസ്. പിന്നെ ഇയാൾ ഫുഡ് കഴിച്ചോ? ഡെസേർട്ട് കണ്ടായിരുന്നോ? ട്രൈ ചെയ്ത് നോക്കിയില്ലേ? ഞാൻ എലിയും കൂടി ചൂസ് ചെയ്താ. പറയുമ്പോൾ താൻ എലിയെ കണ്ടായിരുന്നോ? വേറെ അമ്മച്ചിക്കോ സുഖല്ലേ? എനിക്ക് ചെറിയ തിരക്കുണ്ട്. എങ്കിൽ ഞാനങ്ങോട്ട്. മിഷേൽ ജോലിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയതും ഇവ ആദ്യം ഒന്ന് പരിങ്ങെങ്കിലും പിന്നെ നിർത്താ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മിഷേലാണെങ്കിൽ വായും പൊളിച്ച അവളെ നോക്കിയിരിപ്പാണ്. പിന്നെ എന്തോ ഓർത്തെന്ന പോലെ തിരക്കി പിടിച്ച് പോകാൻ ശ്രമിക്കുന്നവളുടെ കയ്യിൽ പിടിച്ചു. അത് പിന്നെ അഗസ്റ്റിൻ, അവനെ കണ്ടില്ല. കൊച്ചുവോ? അവിടെ എവിടെയും കാണും. ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ചുവന്നു വരുന്ന ചെവി തുമ്പൊളിപ്പിച്ച് പറയുന്നവളെ കാണെ ഇവക്ക് സത്യം പറഞ്ഞാൽ പാവമാണ് തോന്നിയത്. എങ്കിലും അത് മുഖത്ത് കാട്ടാതെ പറഞ്ഞവൾ പിന്നെ മിഷേലിനോട് ടാറ്റ പറഞ്ഞ് വീണ്ടും എലിയെ തപ്പിയുള്ള ഉദ്യമത്തിനിറങ്ങി. ഒടുക്കം സ്റ്റേജിന്റെ സീഡിലായിട്ടുള്ള ചെയറിലിരുന്ന് കാറ്റ് കൊള്ളുന്നവളെ കണ്ടുപിടിച്ചു. സിവാൻ പറയുന്ന എന്തോ കേട്ട് കുലുങ്ങി ചിരിക്കുകയാണ് അവൾ. കള്ളത്തെണ്ടി, എന്നെ അവിടെ ഒറ്റക്കിട്ട് ഇവിടെ നിന്ന് ചിരിക്കുകയാണല്ലേ? ഇപ്പൊ ശരിയായി തരാം. പിന്നെ ഒന്നും നോക്കാ ഫോൺ എടുത്ത് ആ ദൃശ്യം അതുപോലെ പകർത്തി ഒരുവന് വൺസിൽ അയച്ചു കൊടുത്തു. അപ്പൊ ഇവക്കൊരു ആശ്വാസം. വരണം മിസ്റ്റർ കുഞ്ഞൻ. പട്ടി. ഇവയെ കണ്ടപാടെ സിവാൻ തുടങ്ങി. സെലിന്റെ കസിൻ ബ്രദറാണ് പുള്ളി. ആളൊരു ചിൽ വൈബായതുകൊണ്ട് ഇരുവരായിട്ട് വേഗം തന്നെ സിങ്കായിരുന്നു. സമാധാനമല്ലോ. നീ കൂടുതൽ പറയില്ലേ? ആ പൊട്ടന്റെ അടുത്ത് ഞാൻ എട്ടേച്ചും പോയതല്ലേ? പല്ലും കടിച്ച് പറയുന്നുണ്ട് ഇവ. അതിനെലി വെളുക്കിനൊന്ന് ചിരിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് മതി, നാവ് കൊണ്ട് അടിച്ചിടും അവൾ. ചിരിക്ക് നീ, നിനക്കുള്ള പണി ഓൺ ദ വേയാ. എന്റെ കൊച്ചി പിണങ്ങിയ ഞാൻ ചുമ്മാ സിവാനെ കണ്ടപ്പോ വന്നല്ലേ. അല്ലെങ്കിൽ എന്റെ ഇച്ചാന്റെ അടുത്ത് ഞാൻ തനിച്ചാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അയ്യേ, തേനൊഴുകുന്നു. കൊഞ്ചിക്കൊണ്ട് ഇവയുടെ താടിത്തുമ്പിൽ പിടിച്ച് പറയുന്നവളെ കാണാൻ സിവാൻ പുച്ഛിച്ചു. ഇയാൾ പോടും കാട്ടുമാക്കാനേ. ഇനി അങ്ങനെ പറയും. നിങ്ങൾ രണ്ടും നിന്നും ഇരുന്നും തിരിഞ്ഞും മറിഞ്ഞും സിംഗിളായും ഡബിളായൊക്കെ എടുത്ത പിക്ക് ഇപ്പോഴും എന്റെ ഫോണിൽ തന്നെയാ. ഇനി അത് അയച്ചു തരണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അയ്യോ, അങ്ങനെ പറയത്. ശിവാച്ചൻ എന്ത് പാവാ, എന്ത് ലുക്കാ, എന്ത് ക്യൂട്ടാ, എന്ത് കുലടനാ. എന്ത് കുലീനനാ. ഫോട്ടോ എടുക്കാനൊക്കെ സീൻ കഴിവല്ലേ അല്ലേ? അത് മാത്രം എന്തൊരു ക്യൂട്ടാ. ആ മുഖം നോക്കിക്ക്, ആ ചിരി. ഓഹ് മന്നവേന്ദ്ര, തിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ.
അത് കണ്ടാൽ ഏത് പെണ്ണാ വീഴാത്തത്? മറ്റേ സിനിമയിലൊക്കെ ഉള്ള പോലെ നിന്നെ പോലെ തന്നെ മുമ്പിൽ ഏത് പെണ്ണാടാ വീഴാത്തത്? ആ ടൈപ്പ് ചെക്കനല്ലേ നിങ്ങള്? ആണോ കൊച്ചു? ഇടവും വലവിരുന്ന് സുഖിപ്പിക്കുന്നവരെ നോക്കിയതിനു ശേഷം പോക്കിൽ കൈയുമിട്ട് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നവന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ശിവാൻ ചോദിച്ചു. കൊച്ചുവിന്റെ പേരുകൾക്ക് ഇവയുടെ മുഖത്തൊരു ലുട്ടാപ്പിച്ചിരിയാണെങ്കിൽ എലിയുടെ മുഖത്ത് ചെറിയൊരു വെപ്രാളമാണ്. അടുത്ത നിമിഷം തന്നെ അത് പുച്ഛത്തിലേക്ക് പരിണമിച്ചു. നിന്നെ കണ്ടപ്പോഴേ ഓർമ്മ വന്ന്, നമ്മുടെ കൂടെ ട്യൂഷൻ പഠിച്ച മിഷേലില്ലേ, അവളെ കണ്ടായിരുന്നു. നിന്നെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവക്ക് മറുപടിയായി കൊച്ചു വെറുതെ ഒന്ന് മൂളിയതേയുള്ളൂ. നോട്ട എലിയിലും ആളുടെ മുഖത്ത് തെളിച്ചം കുറയുന്ന കണ്ണു കുറുകുന്നൊക്കെ ആങ്ങളെയും പെങ്ങളും നല്ല വെടിപ്പിന് കണ്ടിട്ടുണ്ട്. ശിവാന്തനെ കുഞ്ഞിനെ വിളിച്ചായിരുന്നല്ലോ. റിച്ചിച്ചാനെന്തോ കാര്യം പറയാനുണ്ടത്രേ. മാറ്റി ഏതുമില്ലാതെ മുഖത്ത് നോക്കി നല്ല വൃത്തി കള്ളം പറയാൻ കൊച്ചുവിനും പണ്ടേ നല്ല മിടുക്കാണ്. പാവം ശിവാൻ സത്യമാണെന്നോർത്ത് ബൈ പറഞ്ഞു പോയി. പുറകെ ഇവയും എല്ലാം എഴുന്നേറ്റ് സ്ഥലം വിട്ടു. അല്ലെങ്കിൽ തന്നെ അവരായി അവരുടെ പാടായി. നമ്മളെന്തിനാ വെറുതെ? ഡെസേർട്ട് സെക്ഷനിൽ പുതിയ ഫ്ലേവർ ഐസ്ക്രീം കൊടുക്കുന്ന കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ ഇവ അങ്ങോട്ടേക്ക് വിട്ടു. അവളെ ചുറ്റിപ്പറ്റി കുഞ്ഞനും. പട്ടി പ്രതികാരം വീട്ടിയതാ. ഉള്ളാലെ പറഞ്ഞുകൊണ്ടേലി കൊച്ചുവിന്റെ മുഖത്തേക്ക് നോക്കാതെ മെല്ലെ എഴുന്നേറ്റ് നടന്നു. പുറകെ തന്നെ കൊച്ചു എണീറ്റു എന്നറിഞ്ഞു സാരിയും പൊക്കി പിടിച്ച് അടുത്തേണ്ട ഗ്രീൻ റൂമിലേക്ക് ഓടിക്കയറി. ഡോർ അടക്കാൻ നോക്കുമ്പോഴേക്കും കാറ്റുപോലെ ഒരുവൻ വന്ന് അകത്തേക്ക് കയറിയിരുന്നു. ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത് പോലീസിന് എന്താ മാനേഴ്സ്? ചൊടിച്ചുകൊണ്ട് പറയുന്നവരുടെ വാക്കുകളെ അഗസ്റ്റി ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചുകൊണ്ട് എടുത്തുയർത്തി ടേബിളിരുത്തി. കൈ സാരി വകഞ്ഞു മാറ്റി ഇടുപ്പിലേക്ക് ഇഴഞ്ഞു കയറി. എലിയാകെ ഞെട്ടിയിരിപ്പാണ്. കാര്യം ആദ്യമായിട്ടല്ല കൊച്ചു ഇങ്ങനെ അധികാരം കാണിക്കുന്നെങ്കിലും കൂടിപ്പോയാൽ ഇന്ന് കവളിൽ മാത്രമേ മുത്തം തരുള്ളൂ എന്നാണ് അവൾ കരുതിയത്. ആദ്യമൊക്കെ അവന്റെ പുറത്തായി കൈയിട്ടടിച്ചെങ്കിലും അവന്റെ അധരലാളനയിൽ അവളും പൂത്തുലഞ്ഞു. പുലിയെ പോലെ ചീറിക്കൊണ്ടിരുന്ന പെണ്ണ് തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നറിയെ അവന്റെ മിഴികൾ തിളങ്ങി. ആൾക്കൊട്ടും പറ്റുന്നില്ലെന്ന് മനസ്സിലായതും ഇരുതളങ്ങളും ഒന്ന് നുണഞ്ഞ് കീഴ്ചുണ്ടിലൊന്ന് പല്ലമർത്തി കൊച്ചു അവളിൽ നിന്ന് അകന്നു. അടുത്ത നിമിഷം തന്നെ എലിയുടെ വലം കൈ ശക്തമായി കൊച്ചുവിന്റെ കവളിൽ പതിഞ്ഞു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ചുണ്ട് കടിച്ചു പൊട്ടിക്കരുതെന്ന്. എവിടെ ആൾക്കൊരു കൂസലുമില്ല. മാത്രമല്ല കൂർപ്പിച്ച് നോക്കുന്നവളുടെ നോട്ട് അവഗണിച്ച് സ്മഡ്ജായ ലിപ്സ്റ്റിക്ക് തുടച്ചു കൊടുക്കുകയാണ്. എലി തലക്ക് കൈവച്ച് പോയി. അവന്റെ ഭാവം കണ്ടാൽ അടികിട്ടിയെന്ന് അവനാണെന്ന് തോന്നില്ല. ഇങ്ങനെ ഒരു ഭ്രാന്തൻ. എന്റെ ലിപ്സ്റ്റിക്ക് പോയോ എന്തോ. ഞൊടിയെന്നവളെ കേൾക്കെ കൊച്ചു പോക്കറ്റിൽ നിന്ന് ഫോണിനകത്ത് ക്യാമറ ഓണായി കൊടുത്തു. അതോ ഒക്കെ പോയി പൊട്ടിയത് മനസ്സിലാവും. എനിക്ക് ഫാമിലി ഫോട്ടോ എടുക്കാനുള്ളതാ. പല്ലും കടിച്ച് പറയുന്നയാളെ വകവെക്കാതെ കൊച്ചുവളുടെ ഇടുപ്പിൽ സാരിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ ഇട്ടു കൊടുക്കാൻ തുടങ്ങി. എലിയുടെ കണ്ണൊക്കെ മിഴിഞ്ഞിപ്പോൾ പുറത്തു വരും. അയ്യേ അപ്പൊ ലിപ്സ്റ്റിക് കാണുന്നുണ്ടായിരുന്നോ? എന്നിട്ട് ഇവൊന്നും പറഞ്ഞില്ലാലോ. കാണുന്നൊന്നുമില്ല, ഞാൻ നീ വെക്കുന്ന കണ്ടിരുന്നു. യു ബ്ലഡി പോവറ്റ്. ഞാൻ ചേഞ്ച് ചെയ്തതിന് മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് ലേറ്റായിരുന്നു എങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ട്. വീരിലും ചൂണി മൂക്കിൻ തുമ്പി ഉറപ്പിച്ച് പറയുന്നവൾ നോക്കി ഒരു വടക്ക് ശരിയാലെ പറയുന്നുണ്ടവൻ. കർത്താവാണ് സത്യം. ഇങ്ങനെ പോയ നിന്റെ അന്ന് എന്റെ കൈ കൊണ്ടായിരിക്കും. അവന്റെ കൈകളിൽ തന്റെ കോർത്ത നഖം അമർത്തിക്കൊണ്ട് എലി തന്റെ രോഷം പ്രകടമാക്കി. അവന്റെ കൈയിലും നെഞ്ചിലൊക്കെയായി ആൾ കൊടുത്ത ഒരുപാട് സീല് വേറെയുണ്ട്. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ചിരിക്കുന്നവനെ കാണെ എലിക്ക് വീണ്ടും ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. കൈ വീശി അത് പ്രാവർത്തികാക്കും മുമ്പേ കൊച്ചു അത് തടഞ്ഞിരുന്നു. എന്റെ എൽസാമയാണേ സത്യം. ഇന്ന് നീ എന്റെ ദേഹത്ത് കൈവച്ചാൽ നമ്മൾ രണ്ടും ഇവിടുന്ന് പോവില്ല. ആ വാതിലും തുറന്നു പോകുമ്പോ നമ്മൾ മൂന്നായി മാറിക്കാണും. വാഷണത്തിനും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും അങ്ങോട്ട്. ഞാൻ മിണ്ടില്ല. പിണങ്ങിയോ എന്റെ എൽസ? പിണങ്ങി. എങ്കിലേ ആ പിണക്കം മാറ്റാൻ ഞാൻ എന്നാ ചെയ്യണം? അത് കേൾക്കേലി കാര്യമായി ആലോചിച്ചു. പിന്നെ മുന്നോട്ടാഞ്ഞ് ഷർട്ടിന്റെ കോളറിൽ കിസ്സങ്ങ് വെച്ചു കൊടുത്തു. ചുണ്ടിലുണ്ടായിരുന്ന എക്സസ് ലിപ്സ്റ്റിക് സ്റ്റെയിനൊക്കെ ഇപ്പോൾ വൃത്തിക്ക് ആ കോളറിൽ കാണാം. എലി തൃപ്തിയോടെ തന്റെ കലാവിരുതിൽ നോക്കി. കൊച്ച് അടയാളം വെച്ചതാണ്. അവനെ ചുറ്റിപ്പറ്റി കുറച്ച് തരുണിമണികൾ നടക്കുന്നവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാര്യം അവനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ആൾക്കങ്ങ് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചു വെറുതെ പോലും മറ്റൊരു പെണ്ണിന്റെ മുഖത്തെ പോലും നോക്കില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. എങ്കിലും വെറുതെ മറ്റുള്ളവർക്കൊരു മോഹം നൽകേണ്ടെന്ന് ഓർത്താണ്. ഇനി പൊക്കോ. കോളിലൊരു തട്ടും കൊടുത്ത് ഗൗരവത്തിൽ പറയുന്നുണ്ട് എലി. ഇതൊക്കെ കാണി കൊച്ചുവിന്റെ ചിരിയുടെ ആഴൊന്ന് കൂടിയതേയുള്ളൂ. അതേ ചിരിയോട് അവിടെ കവളിൽ അവൻ അമർത്തി ചുണ്ടുകൾ ചേർത്തു. പോലീസ് പോയി. ഇവ എന്നെ കൂട്ടാവെല്ലാം മുണുങ്ങുന്നുണ്ടാവും. വിട്ടേ. മനസ്സിലാ മനസ്സോടെ കൊച്ചോളെ ടേബിളിൽ നിറക്കി. പിന്നെ രണ്ടുപേരും ഫുഡ് സെക്ഷനിലേക്ക് നടന്നു. അവിടെ ഇവ കാര്യമായ പോളിങ്ങിലാണ്. അത് കണ്ടപ്പോൾ തന്നെ കൊച്ചുവിന്റെ കൈയും വിട്ടേച്ച് എലിയും കൂടെ കൂടി. ഇങ്ങനെ പോയാൽ വരുന്നവർക്ക് വല്ലതും കാണൂ എന്തോ. ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണെ കുഞ്ഞിനൊന്നും ചിന്തിക്കാതിരുന്നില്ല. എണീറ്റ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ റിച്ചിച്ചാൻ വിളിക്കുന്നുണ്ട്. ഇവയുടെ കൈ പിടിച്ച് കുഞ്ഞൻ പറഞ്ഞു. കൊച്ചു വേലിയോട് എഴുന്നേൽക്കാൻ കണ്ണു കാണിച്ചു. അതോടെ 4 പേരും സ്റ്റേജിൽ പോയി വീണ്ടും കുറെ ഫോട്ടോസ് എടുത്തു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പും ഫുഡ് അടിയും തന്നെയായിരുന്നു. ഡ്രിങ്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കൊച്ചുവിന്റെയോ കുഞ്ഞിന്റെയോ നോട്ട് അങ്ങോട്ട് പതിഞ്ഞിട്ട് കൂടെ ഇല്ലായിരുന്നു. എല്ലാം പെൺപിള്ളേരുടെ കഴിവ്.
ദിവസങ്ങൾ മുന്നോട്ട് പോയി. കൊച്ചു ട്രെയിനിങ്ങിന് നോർത്തിലേക്ക് പോയി. ഇവയും എലിയും കഷ്ടപ്പെട്ട് PSCക്ക് വേണ്ടി പഠിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴൊന്നും ഒരു ജോലി സാധ്യമല്ലെന്ന് മനസ്സിലായതും ഇരുവരും പ്ലാൻ ചെറുതായെന്ന് മാറ്റി. ഇപ്പോഴൊരു കഫേ തുടങ്ങി. ബീച്ചിനടുത്തുള്ള എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കഫേ. അത്യാവശ്യം മോശമില്ലാത്ത കച്ചവടം നടക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഹാപ്പിയാണ്. പിന്നെ പറഞ്ഞ പോലെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടേതായ സന്തോഷം നിറഞ്ഞ ഒരു ലോകത്താണ് ഇരുവരും ഇപ്പോൾ. സന്തോഷത്തിന് ആക്കം കൂട്ടി സെലീൻ 2 മാസം പ്രഗ്നന്റ് ആണ്. റിച്ചി നിലത്തൊന്നും അല്ലായിരുന്നു കാര്യം അറിഞ്ഞപ്പോ. ഇന്നാണ് കൊച്ചുവിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഭാഗ്യം എന്ന പോലെ അവന്റെ ഹോം ടൗണിൽ തന്നെയാണ് ജോലിയുടെ തുടക്കം. നീ എന്നിട്ട് അവനൊന്നും കൊടുക്കുന്നില്ലേ? അതാ ഞാനും ഓർക്കുന്നത്. ഫ്ലവർ ഷോപ്പിൽ വിളിച്ച് ഞാനൊരു ബൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം മതിയോ? ഇവയുടെ ചോദ്യം കേൾക്കെ എലിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ രണ്ടുപേരും കഫേയിൽ വന്നാണ്. ഓപ്പൺ ആവുന്ന 12 മണിക്ക് ശേഷമാണെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ രാവിലെ രണ്ടും ഇങ്ങ് പോരും. അത് മതിയാവും. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, അവന് ഷർട്ടും കൂടി മേടിച്ചു കൊടുക്കുക. ആ, അത് നല്ലൊരു ഇതാണ്. എങ്കിലേ എന്റെ പൊന്നി ഇവയല്ലേ, ഞാനിപ്പോ പോയിക്കോട്ടെ. ഇവിടെ മാനസില്ലേ, ഞാൻ പൊക്കോട്ടെ. എന്റെ പൊന്നല്ലേ, പ്ലീസ്. കൊഞ്ചിക്കൊണ്ട് പറയുന്നവളെ കേൾക്കെ ഇവ പല്ലും കടിച്ച് സമ്മതിച്ചു. അതോടെ ഒരു മൂളിപ്പാട്ടും പാടി വണ്ടിയും എടുത്തേലി സവാരിക്ക് ഇറങ്ങി. പള്ളിയിൽ കയറി മെഴുകുതിരിയും കത്തിച്ച് അവന് വേണ്ടി കർത്താവിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ ആളുടെ മനസ്സിനൊരു സമാധാനമായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു പള്ളിമുറ്റത്തായി പറന്നടക്കുന്ന ഒരു കൂട്ടം വെള്ളരിപ്രാവുകളെ. ആളുടെ മനസ്സൊന്ന് കുളിർന്നു. അവിടെ നേരെ പോയത് ഫ്ലവർ മേടിക്കാനായിരുന്നു. അയാൾക്ക് പറഞ്ഞതിലും കൂടുതൽ പൈസ കൊടുത്ത് എലി തന്നെ സന്തോഷം അറിയിച്ചു. ഇനി വേണം ഷർട്ട് എടുക്കാൻ. സമാധാനത്തിന്റെ പ്രതീകമായ വെള്ള തന്നെ വാങ്ങാമെന്നോർത്ത് വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴായിരുന്നു അല്പം പ്രായമായൊരു സ്ത്രീ സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുന്ന കണ്ടത്. ആളുടെ മനസ്സൊന്ന് അലിഞ്ഞു. മനസ്സിൽ തന്റെ സ്വന്തം വല്യമ്മച്ചിയുടെ മുഖം നിറഞ്ഞു. അമ്മച്ചി എങ്ങോട്ടാ? മോളെ ടൗണിലേക്കാ. ഞാൻ കുറെ നേരമായിട്ട് ഓട്ടോ കാത്ത് നിൽക്കുക, കിട്ടാത്തോണ്ട് നടക്കാന്ന് ഓർത്തു. ആണോ? എങ്കിലും ഞാനും അങ്ങോട്ടാ. അമ്മച്ചി കയറിക്കോ, ഞാൻ ഇറക്കിത്തരാം. അത് വേണോ? മോൾക്കൊരു ബുദ്ധിമുട്ട്. ആരുടെ മടി കണ്ടത് എലി ഹൃദ്യമായെന്ന് ചിരിച്ചു. എന്ത് ബുദ്ധിമുട്ട്? ഇനിയിപ്പോ അമ്മച്ചി കയറിയില്ല, എനിക്ക് വിഷമാവുക. അതുകൊണ്ട് വേഗം കയറിക്കേ. മോളെ കർത്താവ് അനുഗ്രഹിക്കും. വാർദ്ധക്യത്തിന്റെ ആവശ്യത കടന്ന സ്വരത്തിലുള്ള സംസാരം കേൾക്കെ എലിക്ക് പാവം തോന്നി. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വളരെ മെല്ലെയായിരുന്നു എലി വണ്ടി ഓടിച്ച്. കുറച്ച് മുന്നോട്ടെത്തിയതും പോലീസ് ജീപ്പ് കണ്ടതും എലി സ്കൂട്ടിയുടെ വേഗത ഒന്നുകൂടെ കുറച്ചു. എന്താ മോളെ? ചെക്കിംഗ് അമ്മച്ചി, ഇതിപ്പോ കഴിയും. കോൺസ്റ്റബിൾ കൈ നീട്ടിയതും വണ്ടി ഒതുക്കി കണ്ട ആ വയോധിക ചോദിച്ചു. അതിനുള്ള മറുപടി അവൾ പറഞ്ഞേർക്കും മുമ്പേ ആ കവർ നിലത്തിട്ട് അവർ വണ്ടിയിൽ നിന്നിറങ്ങി ഓടിയിരുന്നു. ഓടിക്കോ മോളെ. എലി ആ കണ്ണു മിഴിച്ച് വായും പൊളിച്ചൊരു നിൽപ്പാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രോത്സാഹം മുമ്പേ കുറച്ച് പോലീസുകാരോട് പുറകെ ഓടിയിരുന്നു. നേരത്തെ കിതപ്പടക്കാതെ ഒരു സെന്റൻസ് തേച്ചു പറയാൻ കഴിയായിരുന്ന സ്ത്രീയാണ് ഇപ്പൊ 4 കാലിൽ ഓടുന്നത്. ഇവർക്കിത് എന്തു പറ്റി എന്നാലോചിച്ച് തലയരിച്ചപ്പോഴാണ് റോഡിൽ അവരുടെ കയ്യിലെ സഞ്ചിയിൽ നിന്ന് പറഞ്ഞൊരു വെള്ളപ്പുഴിയുടെ പൊതി കണ്ടത്. എലിയുടെ ബോധം ഇപ്പോൾ പോകുന്ന മട്ടാണ്. പെണ്ണും പിള്ള ചതിച്ചല്ലോ കർത്താവേ. അടുത്ത നിമിഷം മറ്റു പോലീസ് ഓഫീസർമാർ വന്ന് അവൾക്ക് ചുറ്റും കൂടി. എൽസ, ഏതോ ഗുഹയിൽ നിന്ന് കേൾക്കുന്ന പോലുള്ള കൊച്ചുവിന്റെ സ്വരയിൽ കേട്ടു. അഗസ്റ്റി, സത്യമായിട്ട് എനിക്ക് ആ തള്ളയെ അറിയില്ല. പാവം തോന്നി അവർക്ക് ലിഫ്റ്റ് കൊടുത്തായിരുന്നു. ഏയ് കൂൾ ലൈനോ റെയിൻ, ആ ഒരു ചോദ്യം ചെയ്യേ. പിന്നെ ഇത് ലാബിലേക്ക് ടെസ്റ്റിനേക്ക്, ഞാനിപ്പോ വരാം. കൊച്ചേലിയുടെ വണ്ടി എടുത്ത് നേരെ അവരുടെ കഫേയിലേക്കാണ് പോയത്. എന്റെ പൊന്നെ, എന്നാലും നിനക്കിത് എങ്ങനെ സാധിക്കുന്നടി? കാര്യമൊക്കെ കേട്ടതും താടിയിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവ. അതിന് എലി അവളെ തറപ്പിച്ച് നോക്കി. അല്ലെങ്കിലും കാവടിയുള്ളിൽ പോകുന്നുണ്ടപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുന്ന എനിക്ക് തോന്നിയതാ. ഇവ നിർത്തില്ലെന്ന് തോന്നിയ കൊച്ചുവാള് വിളിച്ചു. ഓ, ഞാൻ പോണു, കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ചുണ്ടും കോട്ടി എഴുന്നേറ്റ് പോയവൾ എലിയാകെ മൂഞ്ചി നിൽക്കുകയായിരുന്നു. എന്തോ പോയ ആരെയോ പോലെയുള്ള അവിടെ ഇരിപ്പ് കാണുമ്പോൾ കൊച്ചുവിനൊരു ഉമ്മയൊക്കെ കൊടുക്കാനാണ് തോന്നുന്നത്. എന്നിട്ട് എനിക്ക് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. വിഷയം മാറ്റാനെന്നോണം ചോദിച്ചവൻ. ഷർട്ട് മേടിക്കാൻ പോയപ്പോഴല്ലേ ആ പെണ്ണുപിള്ളയെ കണ്ടത്. സോറി, ഞാൻ കാരണം നിന്റെ ഫസ്റ്റ് ഡേ റൂയിനായില്ലേ. വിഷമത്തോടെ പറയുന്നവളെ കാണെ അത്യധികം പ്രണയത്തോടെ അവൻ ആ നെറിയയിൽ ചുണ്ടമർത്തി. കണ്ണുരുട്ടി പറയുന്നവളെ കേൾക്കുന്നുകൂടിയില്ല അവൻ. ആ കണ്ണിങ്ങനെ അവളുടെ മുഖമാകെ ഓടി നടക്കുകയാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയില്ലെന്ന് മനസ്സിലായതും ആൾ എഴുന്നേറ്റ് ബില്ലിംഗ് സെക്ഷനിലേക്ക് ഓടി. പിന്നെ അധികം വൈകാതെ കൊച്ചു സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചുപോയി. അന്ന് പതിവിലും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല തിരക്കിലായിരുന്നു. കിച്ചണിൽ റഷ് തന്നെയായിരുന്നു. എല്ലാം ഒതുക്കി കഫേ ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരുന്നു വീണ്ടും ഒരാൾ കയറി വന്നു. രണ്ടുപേരും കിച്ചണിൽ ക്ലീനിങ് ആയിരുന്നു. ഇനി പോയി നോക്കിക്കേ, ഷോപ്പ് ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞേക്ക്, 11 മണിയായി. ആ പെണ്ണൂരി ടവൽ കൈയും തുടച്ചു പോകുന്നവൾ നോക്കി ഇവ ക്ലീനിങ് തുടർന്നു. പെട്ടെന്നാണ് 2 കരങ്ങൾ വന്ന് അവളെ പുറകിൽ നിന്ന് പുണർന്നു. അവളുടെ കയ്യിൽ നിന്ന് സ്പാച്ചുല നിലത്തേക്ക് മറിഞ്ഞു. ഇവ മിസ് യു. അവളുടെ മുടിയിലായി മുഖം പൂഴ്ത്തിക്കൊണ്ട് കുഞ്ഞൻ മൊഴിഞ്ഞു. അവളുടെ ശ്വാസം ഒന്ന് കനത്തു. ഫെലിസ വിട്ടേ. അവളുടെ സ്വരം നേർത്തു. നോ, ഐ വാണ്ട് കിസ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വിട്ടേ, എനിക്ക് മേല് വേദനിക്കുന്നു. ഞെക്കി പൊട്ടിക്കും പോലെ തന്നെ മുറുകെ പുണർന്നവന്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് പറഞ്ഞവൾ. അതിന് മറുപടിയായി അവൻ ആ കഴുത്തിൽ ചുണ്ടമർത്തി. അവളെ തിരിച്ചു പിടിച്ച ആ നെറുകയിൽ ചുണ്ടു ചേർത്തു.
ഇവയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന് ഇണക്കി മിടിക്കുകയാണ്. അടുത്തതായി അവന്റെ ചുണ്ടുകൾ പതിഞ്ഞിരി കവിളുകളിലാണ്, പിന്നെ താടിത്തുമ്പിൽ. അങ്ങനെ അവളുടെ മുഖമാകെ അവന്റെ ചുണ്ടുകൾ അരഞ്ഞു. മേയ്? ചുണ്ടുകൾ തമ്മിൽ നൂലിയുടെ ദൂരം ബാക്കി നിൽക്കെ കിതപ്പേറിയ സ്വരത്തോടെ ചോദിച്ചവൻ. അതിന് മറുപടിയായി ഇവ ചുണ്ടോട് ചുണ്ട് ചേർത്തു. സന്തോഷം നിറഞ്ഞ, പ്രണയം നിറഞ്ഞ അവരുടെ ജീവിതം അവിടെ മുതൽ ആരംഭിക്കുകയായിരുന്നു.